കൊല്ലം ചെമ്മാമുക്കിലെ അതിക്രൂര കൊലപാതകം ആസൂത്രിതമെന്ന് പോലീസ്. ഭാര്യയെക്കുറിച്ചുള്ള സംശയമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. അനിലയെയും സുഹൃത്തിനെയും കൊലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ പ്രതി പത്മരാജൻ വാഹനത്തിൽ പിന്തുടരുകയായിരുന്നു. തീ കൊളുത്താനുള്ള പെട്രോൾ വാങ്ങിയത് തഴുത്തലയിൽ നിന്നും കണ്ടെത്തി. രാത്രിയോടെ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ഒരു അപകട മരണമെന്ന് തോന്നിയെടുത്തു നിന്നാണ് ക്രൂരമായ കൊലപാതകത്തിന്റെ ചുരുളുകൾ അഴിഞ്ഞത്. നട റോഡിൽ വാഹനമിടിപ്പിച്ച ശേഷം പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി കൊലപ്പെടുത്തുന്നു. ഏറെ നാളായി പ്രതി പത്മരാജനും ഭാര്യ അനിലയും തമ്മിൽ തർക്കങ്ങളുണ്ടായിരുന്നു. കൊലപാതകത്തിലേക്ക് നയിച്ച പ്രധാന കാരണങ്ങളിലൊന്ന് ഈ കടയും ഇതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തർക്കങ്ങളുമാണ്. അനിലയ്ക്ക് സുഹൃത്തുമായുള്ള ബന്ധവും പ്രതി പത്മരാജനെ പ്രകോപിപ്പിച്ചു. കുടുംബ പ്രശ്നവും സാമ്പത്തിക തർക്കവുമാണ് ക്രൂര കൊലപാതകത്തിലേക്ക് നയിച്ചത്. ഏറെ നാളായി പ്രതി പത്മരാജനും കൊല്ലപ്പെട്ട അനിലയും തമ്മിൽ തർക്കങ്ങളുണ്ടായിരുന്നു. പത്മരാജൻ നൽകിയ പണം കൊണ്ട് അനില സുഹൃത്തുമായി ചേർന്ന കടപ്പാക്കടയിൽ ബേക്കറി തുടങ്ങി. ഇത് ചോദ്യം ചെയ്ത കഴിഞ്ഞ ദിവസങ്ങളിലും വാക്കുതർക്കമായി. പിന്നാലെ ഇന്നലെ രാത്രിയോടെ അനിലയെ പിന്തുടർന്ന തീ കൊളുത്തി കൊലപ്പെടുത്തുകയായിരുന്നു. പുള്ളിക്കാരൻ ഡ്രൈവിംഗ് സീറ്റ് ഇറങ്ങി ഓടിക്കളഞ്ഞു. അപ്പോൾ നമ്മൾ വരാൻ നേരത്ത് ഇതിൻ്റെ ഡ്രൈവിംഗ് ക്യാബിന് അപ്പുറം നിന്ന് ഒരാൾ പുറത്തോട്ട് ചാടി പുള്ളിക്കാരൻ്റെ ഉടുപ്പ് കത്തിക്കൊണ്ടിരുന്നായിരുന്നു. പുള്ളിക്കാർ ഉരുണ്ട് മാറി. അപ്പോൾ എൻ്റെ തോന്നി അകത്ത് ആരും ഉണ്ടെന്ന് പറയും. അപ്പോൾ ഞാൻ അടുത്തോട്ട് വന്നപ്പോഴേ വണ്ടി റൈസ് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആക്സിലേറ്ററിൽ റൈസ് ആയിക്കൊണ്ട സമയത്ത് ഇപ്പോൾ ലേഡിയാണ്. അപ്പോൾ സീറ്റ് ബെൽറ്റ് ടൈറ്റ് ആയിരുന്നു പുള്ളിക്കാരുടെ. അപ്പോൾ സീറ്റ് ബെൽറ്റ് കത്തി മാറിന പുള്ളിക്കാരുടെ കൈ രണ്ടും വെളിയിലോട്ട് വന്നു. ആ ടൈമിൽ നമ്മൾ പിടിച്ച് വെളിയിലോട്ട് ഇട്ടതായിരുന്നു. പിടിച്ച് വെളിയിലോട്ട് ഇറക്കിയപ്പോഴത്തേക്കും ഒരുവിധം 80% കത്തിപ്പോയി. നമ്മൾ ടോട്ടലി ഇവിടെ കണ്ടത് 3 പേരാണ് ആ സമയത്ത്. അത് ഒരാൾ പരാക്രമത്തോടു കൂടി ഫോൺ വിളിച്ചിട്ടാ പെട്ടെന്ന് വാ, അവൾ തീർന്നടാ എന്നുള്ള മട്ടിൽ വിളിച്ച് ഫോണിൽ സംസാരിക്കുന്നു. ആ സ്ത്രീ ആണെങ്കിൽ ഉടനെ ആ ഡോറ് തുറന്ന് മറിഞ്ഞ് വീഴുന്നു. തീ എത്തിയിട്ടേ ഉള്ളൂ. പക്ഷെ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് വരുന്നതുകൊണ്ട് പറ്റുന്നില്ല. പിന്നെ ഒരു മനുഷ്യനും കൂടി ഉണ്ടായിരുന്നു. ആ മനുഷ്യനെ പിന്നെ ഞങ്ങൾ കണ്ടതുമില്ല. കാരണം നമ്മളിപ്പോൾ അത് ശ്രദ്ധിക്കുന്നില്ലല്ലോ. എങ്ങനെയെങ്കിലും ഇവരെ സംരക്ഷിക്കാൻ കഴിയുമോ എന്നതിനെ കുറിച്ച് മാത്രം ചിന്തിക്കുന്നേ ഉള്ളൂ. സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുക്കുമ്പോൾ കൊലപ്പെടുത്തിയത് എങ്ങനെയെന്ന് പ്രതി പത്മരാജൻ പോലീസിന് വിവരിച്ചു കൊടുത്തു. കൃത്യമായ ആസൂത്രണത്തോടെ നടത്തിയ കൊലപാതകമെന്നാണ് പോലീസ് എഫ്ഐആർ. കുറ്റബോധം ലവലേശമില്ലാതെ പ്രതി പത്മരാജൻ അത് തുറന്ന് സമ്മതിക്കുകയും ചെയ്തു. ക്യാമറമാൻ അരുൺ എസ് ആറിനൊപ്പം MG പ്രതീഷ്, 24 കൊല്ലം.